ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിത് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇപ്പോൾ കേരളത്തിൽ വളരെ അധികം കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അതായത് ദിയ കൃഷ്ണയുടെ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ആ ഒരു ന്യൂസ് ഇങ്ങനെ വളരെ അധികം ഒരു ഹീറ്റപ്പായി വളരെയധികം ഒരു കോൺട്രവേഴ്സിയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്. അതുപോലെ ദിയ കൃഷ്ണയെയും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ദിയ കൃഷ്ണ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, അതുപോലെ തന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അതുപോലെ തന്നെ ദിയ കൃഷ്ണയ്ക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സംരംഭവുമുണ്ട്. അങ്ങനെയൊക്കെ ദിയ കൃഷ്ണ വളരെ ഫേമസ് ആണ്. അവരുടെ ഫാമിലിയിൽ എല്ലാവരും തന്നെ സിനിമയിലും രാഷ്ട്രീയത്തിലും സോഷ്യൽ മീഡിയയിലും എല്ലാം തന്നെ വളരെയധികം പ്രശസ്തിയിലുള്ള ആളുകൾ. കൃഷ്ണയ്ക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സംരംഭമുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും. OBYOC എന്ന പേരിലാണ് ആ ഒരു സംരംഭം അറിയപ്പെടുന്നത്. അവിടെ ലേഡീസിന്റെ മെയിൻലി ആഭരണങ്ങളാണ്, അഥവാ ഫാഷൻ ജ്വല്ലറീസ് ആണ് അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറ്റ് പ്രസന്റ് എന്താണ് കോൺട്രവേഴ്സി നടക്കുന്നത് എന്ന് വെച്ചാൽ, ദിയ കൃഷ്ണയുടെ ഓഫീസിൽ അവരുടെ കസ്റ്റമേഴ്സ് പേ ചെയ്തിരിക്കുന്നതിൽ നിന്ന് 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ 69 ലക്ഷം രൂപയോളം അവരുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഡിജിറ്റൽ പേയ്മെന്റ് വഴിയാണ് പേ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ വിശ്വസ്തരായിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നു. അവരെല്ലാം ഡിജിറ്റൽ പേയ്മെന്റ് വഴി ആണ് പേയ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത് സാധനങ്ങൾ വാങ്ങിച്ചിട്ട്. എന്നാൽ അവിടെ 69 ലക്ഷം രൂപയുടെ മിസ്സിംഗ് ആണ് നടന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വാഗ്വാദം നടക്കുന്നത് ദിയ കൃഷ്ണയും ദിയ കൃഷ്ണയുടെ സ്റ്റാഫ്സുമായിട്ടാണ്. മെയിൻലി 3 സ്റ്റാഫ്സുമായിട്ടാണ് ഈ ഒരു കോൺട്രവേഴ്സി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കസ്റ്റമേഴ്സ് 69 ലക്ഷം രൂപയോളം അവരുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് പല കസ്റ്റമേഴ്സായിട്ട്. എന്നാൽ ഇതൊന്നും ദിയ കൃഷ്ണയുടെ അക്കൗണ്ടിലേക്കല്ല എത്തിയിരിക്കുന്നത്. നോക്കുക, എങ്ങനെയാണ് കസ്റ്റമേഴ്സ് പേയ്മെന്റ് ചെയ്തിരുന്നത്. കസ്റ്റമേഴ്സ് പേയ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത് QR കോഡ് വഴിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും QR കോഡ്. പേയ്മെന്റും കാര്യങ്ങളും ഫാസ്റ്റ് ആൻഡ് ഈസി ആക്കാനായിട്ട് ഇന്ത്യയിലുടനീളം ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമാണ് QR കോഡ് സിസ്റ്റം. അപ്പോൾ QR കോഡ് സിസ്റ്റം വഴിയാണ് പേയ്മെന്റ് നടന്നുകൊണ്ടിരുന്നത്, അഥവാ ഡിജിറ്റൽ പേയ്മെന്റ് വഴിയാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കസ്റ്റമേഴ്സ് പേ ചെയ്തിരുന്ന പേയ്മെന്റുകളൊന്നും ദിയ കൃഷ്ണയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരെ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഇവരെ ഒറിജിനൽ QR കോഡ് മാറ്റിയിട്ട് വേറൊരു QR കോഡ് അവിടെ സ്ഥാപിച്ചിരുന്നെന്നും. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് പേയ്മെന്റ് ചെയ്തിരുന്ന പൈസ, അങ്ങനെ QR കോഡ് വഴി പേയ്മെന്റ് ചെയ്തിരുന്ന പൈസ മൊത്തം വേറൊരു അക്കൗണ്ടിലേക്കാണ്, ദിയ കൃഷ്ണയുടെ അക്കൗണ്ടിലേക്കല്ല പോയിരുന്നത്, വേറൊരു അക്കൗണ്ടിലേക്ക് ഇവർ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ QR കോഡിനെ റീപ്ലേസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് QR കോഡ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് QR കോഡ് വേറൊരു അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അങ്ങനെ വേറെ ഏതോ ഒരു അക്കൗണ്ടിലേക്കാണ് ഈ ഒരു ക്യാഷ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പിന്നീട് അവർ ഇൻവെസ്റ്റിഗേഷന് ശേഷം കണ്ടു. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ QR കോഡിനെ ഒരു ഫേക്ക് QR കോഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ലാസ്റ്റിൽ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ കംപ്ലൈൻറ്റ്സ് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഹൻസിക എന്ന് പറയുന്ന ദിയയുടെ സിസ്റ്ററിന്റെ ഫ്രണ്ട്സ് ആരോ ഇങ്ങനെ പർച്ചേസിന് ചെന്നിട്ട് ആണ് സംശയം തോന്നി, ഇങ്ങനൊരു എന്തോ ഒരു സംശയം തോന്നിയിട്ട് ദിയയുടെ അടുത്ത് കാര്യം അവതരിപ്പിക്കുകയും പിന്നീട് ദിയ അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇതുപോലെ ദിയയുടെ QR കോഡ് അല്ലാതെ വേറെ സംശയം തോന്നിപ്പിക്കും തരത്തിലുള്ള ഏതെങ്കിലും QR കോഡുകളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നൊരു സ്റ്റോറി ഇടുകയും അതിനുശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് രംഗത്ത് വരികയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു സംശയം ഉടലെടുക്കുകയും പിന്നീടുള്ള അന്വേഷണത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്തതായിട്ടും പറയും. ദിയ കൂടുതലും സോഷ്യൽ മീഡിയയിലാണ് തന്റെ ശ്രദ്ധ കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്നത്. ആയതിനാൽ തന്നെ ഈ 3 സ്റ്റാഫുകളെയാണ്, ഈ സംശയിക്കപ്പെടുന്ന ഈ 3 സ്റ്റാഫുകളെയാണ് കൂടുതലും അവരുടെ ഈ ഒരു ഫാഷൻ സ്റ്റോറിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഏൽപ്പിച്ചിരുന്നത്. ദിയ സോഷ്യൽ മീഡിയയിലും മറ്റും തിരക്കിലായതിനാൽ അപ്പോൾ ഈ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സ്റ്റാഫ്സ് ഇത്രയും അട്ടിമറി അവിടെ കാണിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിനുശേഷം അഹാനയുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂവും വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഹാന ഈ 3 സ്റ്റാഫ്സിനെ വെച്ചിട്ട് നടത്തുന്ന ഒരു അവർക്കിടയിലുള്ള ഒരു കോൺട്രവേഴ്സി, അതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വൈറലാവുന്നുണ്ട്. അതിൽ ഈ 3 സ്റ്റാഫ്സ് കള്ളം ചെയ്തതായിട്ടാണ് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത്. അവര് ആ ഒരു വീഡിയോയിൽ കുറ്റസമ്മതം നടത്തുന്നുമുണ്ട്, അങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറ്റസമ്മതം നടത്തുന്നുമുണ്ട്. അവര് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു തുടങ്ങിയത് എന്നുള്ളതും അഹാനയുടെ അടുത്ത് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ദിയയുമായിട്ടുള്ളൊരു വീഡിയോയും വൈറലാവുന്നുണ്ട്. ദിയ ഈ 3 സ്റ്റാഫ്സുമായിട്ട് ഫോണിൽ കൂടെ സംസാരിക്കുന്ന ഒരു വീഡിയോയും വൈറലാവുന്നുണ്ട്.
അതിൽ ദിയ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ട് ചോദിക്കുകയും അതിന് മറുപടിയായിട്ടും അവർ സോറി പറയുകയും കുറ്റസമ്മതം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോയും ഇതിനോടകം തന്നെ വൈറലാവുന്നു. അപ്പോൾ ഇതിൽ ദിയ പറയുന്നു പെൺകുട്ടികളായതുകൊണ്ട് തന്നെ വെറുതെ വിട്ടേക്ക എന്നാണ് അവർ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇവർ ഒരു തരത്തിലും അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇതുപോലെ കേസ് കൊടുക്കാൻ മുതിർന്നതെന്നും. അങ്ങനെ എനിവേ നിലവിൽ ഇപ്പോൾ ദിയ കേസ് കൊടുത്തിരിക്കുകയാണ് ഇവർക്കെതിരായിട്ട്. ഈ 3 സ്റ്റാഫ്സും തിരിച്ച കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ 3 സ്റ്റാഫ്സ് പറയുന്നത് അവരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നും അങ്ങനത്തെ പല പല കഥകളുമായിട്ട് ഈ 3 സ്റ്റാഫ്സും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാഫ്സ് പറയുന്നത് ഇവരെ ജാതിപ്പേര് വിളിച്ച് കളിയാക്കിയെന്നും അങ്ങനത്തെ പല തരം കാര്യങ്ങളാണ് ഈ സ്റ്റാഫ്സ് ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു കോൺട്രവേഴ്സി വളരെയധികം സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഹീറ്റപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ദിയ കൃഷ്ണയുടെ ഫോളോവേഴ്സ് ആണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു കോൺട്രവേഴ്സിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിവേ കേസ് അങ്ങനെ ചൂട് പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മൊത്തത്തിലുള്ളൊരു കഥ കേട്ടിട്ട് ദിയയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്നാണ് തോന്നുന്നത്. എന്തായാലും കേസ് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.